നമസ്കാരം. ഒരു വലിയ നഷ്ടത്തിന് ശേഷം ഒരാളുടെ ജീവിതം ശരിക്കും എങ്ങനെയായിരിക്കും? പുറത്തുനിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം ശാന്തമായിട്ട് തോന്നും. പക്ഷേ അകത്ത് അവിടെ നിശബ്ദമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ധീരമായ പോരാട്ടമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ നിശബ്ദമായ ധൈര്യത്തെക്കുറിച്ചാണ്. അവളുടെ ജീവിതം രണ്ടായി വിഭജിക്കപ്പെട്ടു, മുൻപും ശേഷവും. ഈ ഒരൊറ്റ വാചകത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ എല്ലാം കാതൽ കിടക്കുന്നത്, അല്ലേ? ഒരൊറ്റ സംഭവം, അതോടെ ജീവിതം ഇങ്ങനെ രണ്ടായിട്ട് മുറിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ ശേഷം എന്ന ഭാഗം എങ്ങനെയായിരിക്കും? അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. വിഭജിക്കപ്പെട്ട ജീവിതം. ഒരു വീടിന്റെ പുതിയ യാഥാർത്ഥ്യം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. പുറമേ നോക്കിയാൽ എല്ലാം പഴയതുപോലെ തന്നെ, പക്ഷേ അകത്ത് എല്ലാം മാറിമറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതൊരിക്കലും ഒരു സമാധാനമുള്ള നിശബ്ദതയല്ല കേട്ടോ. നേരെ മറിച്ച് എന്തോ ഒന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടുപോയി എന്ന് ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്ന ഭാരമുള്ള ഒരു മൂകതയാണത്. ആ മുറിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ശൂന്യത, അതാണ് അവളുടെ പുതിയ ലോകം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം, ചായ തിളയ്ക്കുന്ന ഒച്ച, വാതിലുകൾ തുറക്കുന്നതും അടയുന്നതും. ഈ സാധാരണ ശബ്ദങ്ങൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഇതിനെല്ലാം ഇടയിൽ അനുഭവപ്പെടുന്ന ഒരാളുടെ അഭാവം എന്ന വലിയ നിശ്ശബ്ദതയില്ലേ, അത് ആ ദിനചര്യയുടെ അർത്ഥം തന്നെ മാറ്റിമറിക്കുന്നു. ഇനി അടുത്തത് ലോകത്തിന്റെ ഉപദേശങ്ങളെക്കുറിച്ചാണ്. അവളുടെ ഉള്ളിലെ അനുഭവം പുറത്തുനിന്ന് കേൾക്കുന്ന വാക്കുകളും തമ്മിൽ വലിയൊരു വിടവുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആളുകൾ ഉപദേശങ്ങളുമായി വരും, അല്ലേ? ധൈര്യമായിട്ടിരിക്കണം, ഇതെല്ലാം മറന്നു മുന്നോട്ടു പോകണം, കുട്ടികളുടെ ഭാവിയെക്കുറിച്ചെങ്കിലും ഓർക്കണം. ഇതൊക്കെ നല്ല ഉദ്ദേശത്തോടെ പറയുന്നതായിരിക്കാം. പക്ഷേ നിനക്ക് ശരിക്കും എന്തു തോന്നുന്നു എന്ന ആത്മാർത്ഥമായൊരു ചോദ്യം, അത് പലപ്പോഴും ആരും ചോദിക്കാറില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം. ആരും കാണാത്ത ശേഷം. ലോകം കാണുന്ന ആ പുഞ്ചിരിക്ക് പിന്നിലെ സ്വകാര്യ പോരാട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായത് പുറത്തുള്ളവർക്കൊന്നും കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കട്ടിലിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന മറുഭാഗം, ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യത്തിലും ഒറ്റക്കെടുക്കേണ്ടി വരുന്ന തീരുമാനങ്ങൾ, ആളുകളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് മുറിയിൽ തനിച്ചാകുമ്പോൾ നെഞ്ചുപൊട്ടി കരയുന്ന അവസ്ഥ. ഇതൊന്നും ആരും കാണുന്നില്ലല്ലോ. വെറും വൈകാരികമായ ഭാരം മാത്രമല്ല, ഒരുപാട് പുതിയ ഉത്തരവാദിത്വങ്ങളും പെട്ടെന്ന് തലയിലേക്ക് വരും. ഒരുപക്ഷേ അതുവരെ സാമ്പത്തിക കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടിലെ ചെറിയ അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോ അതൊക്കെ ഒറ്റയ്ക്ക് പഠിച്ചെടുക്കണം, ചെയ്യണം. അപ്പോൾ അവളുടെ ഒരു ദിവസത്തെ വൈകാരികാവസ്ഥയെ നമുക്കൊന്ന് നോക്കിയാലോ? ഒരു വലിയ ഭാഗം താൻ അദൃശ്യയാണെന്ന തോന്നലാണ്. തന്റെ വേദന ആരും കാണുന്നില്ലെന്ന ചിന്ത. പിന്നെ ചില സമയങ്ങളിൽ ആളുകൾ തന്നെ വിധിക്കുകയാണോ എന്നൊരു ഭാരം. പക്ഷേ ഇതിനെല്ലാം ഉപരി അവളെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത് കടുത്ത ക്ഷീണമാണ്. മാനസികമായും ശാരീരികമായും തളർന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. നമ്മൾ ഈ കണ്ടതൊക്കെ ഒരു ബലഹീനതയുടെ ലക്ഷണമാണോ, അതോ നമ്മൾ കാണാതെ പോകുന്ന മറ്റെന്തെങ്കിലും ഇതിനകത്തുണ്ടോ? ഇവിടെയാണ് നമ്മൾ നാലാമത്തെ ഭാഗത്തേക്കെത്തുന്നത്. ഒരു നിശ്ശബ്ദ ധൈര്യം. ഈ ഭാഗത്ത് നമ്മൾ ദുഃഖത്തെ ഒരു ഭാരമായിട്ടല്ല, മറിച്ച് സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയായിട്ട്, അതിന്റെ തെളിവായിട്ട് പുനർനിർവചിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്രയൊക്കെ തളർന്നിട്ടും ഓരോ പ്രഭാതത്തിലും അവൾ എഴുന്നേൽക്കുന്നു. കാരണം എന്താണെന്നറിയോ? വളരെ ലളിതമാണ്. മറ്റൊരാൾക്കു വേണ്ടി തന്നെ ആശ്രയിച്ച് ഒരു ജീവിതം മുന്നിലുണ്ട്. ആ ഉത്തരവാദിത്വം, ആ സ്നേഹം, അതുമാത്രമാണ് അവളെ മുന്നോട്ട് നയിക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദുഃഖമെന്നത് ഒരു ബലഹീനതയല്ല, അത് നമ്മൾ എത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ജീവിക്കുന്നൊരു തെളിവാണ്. ആ സ്നേഹം ഇന്നും നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ആ വേദനയും കൂടെ തന്നെ ഉള്ളത്. ഈ ഒരു വാചകം മതി എല്ലാം മനസ്സിലാക്കാൻ. അവളുടെ ജീവിതത്തിന് വലിയ ആരവങ്ങളൊന്നും ഉണ്ടാവില്ല. ആരും അവളെ പ്രശംസിച്ചൊന്നും വരില്ല. സമൂഹം അംഗീകരിക്കുന്ന ധീരതയുടെ അളവുകോലുകൾ വെച്ച് ഒരുപക്ഷേ അവളെ അളക്കാനും പറ്റില്ല. പക്ഷേ അവളുടെ ജീവിതം അത് ധീരമാണ്. നിശബ്ദമായ, ആരും കാണാത്ത ഒരു തരം ധീരത. അപ്പോൾ അവസാനം നമ്മൾ തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്. ഒരാളുടെ വ്യക്തിത്വം നിർവചിക്കപ്പെടുന്നത് അവർക്ക് സംഭവിച്ചൊരു നഷ്ടത്തിലൂടെയല്ല, മറിച്ച് ആ നഷ്ടത്തെ അതിജീവിച്ച് ആ സ്നേഹത്തിന്റെ ഓർമ്മയിൽ മുന്നോട്ടു പോകുന്നതിലൂടെയാണ്. ലോകം കാണാത്ത ആ ധീരതയിലാണ് യഥാർത്ഥ വ്യക്തിത്വം. ഒരുപക്ഷെ കരുത്തിന്റെ ഏറ്റവും വലിയ രൂപം ഇതുപോലുള്ള നിശബ്ദമായ അതിജീവനങ്ങളായിരിക്കില്ലേ?